ഇത് ഞാൻ, ഇതെൻ്റെ സുന്ദരനായ മരുമകൻ. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ. ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് അവൻ്റെ കയ്യിൽ. ഈ ബിരിയാണിക്ക് ലഗോൺ കോഴി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കോഴി ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ കാറിൽ നിന്നും ചാടി ഡിക്കി തുറന്നു വാങ്ങിയ സാധനങ്ങളെടുത്ത് അടുക്കളയിലേക്ക് ഓടുന്ന എൻ്റെ മരുമകനെ ഓർത്ത് ഞാൻ ഒരു നിമിഷം നിന്നുപോയി. ഇത്രയും നല്ലൊരു മരുമകനെ എനിക്ക് കിട്ടിയത് ഏത് പുണ്യം ചെയ്തിട്ടാണെന്ന്. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ അമ്മ ചെയ്തു കഴിഞ്ഞിരുന്നു. വെള്ളുള്ളിയുടെ തോലെല്ലാം ഇറന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയത് 2.5 കിലോ ലഗോൺ കോഴി, 5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, 4 തക്കാളി, പിന്നെ 2 വെള്ളുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, പച്ചമുളക് 6 എണ്ണം. ഇതെല്ലാം ഞാൻ നല്ല ഭംഗിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. എൻ്റെ ഈ അരിയുന്ന വേഗത കണ്ട് നിങ്ങൾക്ക് തോന്നാം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അല്ല, ഞാൻ സ്ഥിരമായി അടുക്കളജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും നന്നായി ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 പഴുത്ത തക്കാളി ഞാൻ മുറിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി മുറിച്ചു കഴിഞ്ഞു. ഒരു പട്ടയുടെ ആവശ്യമുണ്ട്. ഉള്ളി, തക്കാളി, പട്ട എടുത്തു വെച്ചു. നേരത്തെ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനായി എന്നെ സഹായിച്ചത് എൻ്റെ സഹധർമ്മിണി ആരതി. കുറച്ച് പായരക്കളി ഉണ്ടെങ്കിലും പാവമാണ്. വലിയൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ടു. പാവം കുഞ്ചു ചതച്ചു തന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവയും ചേർത്ത് വെച്ചു. പിന്നീട് ചേർക്കുന്നത് പട്ട, കറാമ്പൂ ഒരു 6 എണ്ണം, തൈര് 2 സ്പൂൺ, വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ. ഇത് ഞാൻ മസാലയിലേക്ക് ചേർത്തതിന് ശേഷം എൻ്റെ ബലിഷ്ഠമായ കൈ വിരലുകൾ ഉപയോഗിച്ച് മസാലയെ ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയെന്ന് വരാം, പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്തുള്ള വീഡിയോ ഞാൻ ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എനിക്ക് യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഒരു 5-ൻ്റെ പൈസ ഇതുവരെ വീഡിയോ ഇട്ടിട്ട് കിട്ടിയിട്ടില്ല എന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബിരിയാണി റെസിപ്പി പുറത്തുവിടുന്നത്. എൻ്റെ ബിരിയാണിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്നവളാണ് ഇവൾ. ഇവളെ ഞാൻ അതിന് അനുവദിക്കില്ല. അവളുടെ നുണക്കുഴി സൗന്ദര്യമാണെന്നാണ് അവൾ കാണിക്കുന്നത്. പക്ഷേ അതൊരു അംഗവൈകല്യമാണെന്ന് അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുറിച്ചു വെച്ച പഴുത്ത തക്കാളി ഞാൻ മസാലയിൽ ചേർത്തുടച്ചു. സമയം കിട്ടിയപ്പോൾ മല്ലിച്ചപ്പും പുതിനയും ഞാൻ അരിഞ്ഞു വെച്ചു. അതാ കണ്ടില്ലേ, എൻ്റെ മരുമകൻ അടുപ്പ് കൂട്ടുകയാണ്. ഇവൻ്റെ ഈ ഉത്സാഹമാണ് എൻ്റെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രേരണയ്ക്ക് പുറകിലുള്ള രഹസ്യം. നന്നായി കുഴച്ചു വെച്ച മസാലയിലേക്ക് 2.5 കിലോ ലഗോൺ കോഴി വാങ്ങി നന്നായി മിക്സ് ചെയ്തെടുത്തു. കുഴച്ചു വെച്ച മസാലയും ചിക്കനും ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. കാരണം കുക്കറിൽ വെച്ചിട്ടാണ് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടത്. കുക്കറിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ബിരിയാണിയുടെ കൺസിസ്റ്റൻസിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അവ ശ്രദ്ധിക്കാൻ ആരും മറന്നു പോകരുത്. കുക്കർ അടച്ച് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നു. അടുപ്പിന് തീ കൂട്ടാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് മരുമകന്. ഓലയും ചിരട്ടയും ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് അവൻ അടുപ്പിന് തീ കൊടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവൻ. പക്ഷേ കഷ്ടപ്പാടിൻ്റെ ഇരട്ടി ബിരിയാണി അവൻ കഴിക്കാറുമുണ്ട്. അതാ നമ്മൾ നേരത്തെ വെച്ച കോഴിയും മസാലയും വെന്ത് കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലായത് കുക്കർ വിസിലടിച്ചപ്പോഴാണ്. വിസിലടിച്ച കുക്കറിൻ്റെ തലയ്ക്കടിച്ച് വിസിൽ നിർത്തുന്ന രീതി, ഇത് അത്ര നല്ല ശീലമല്ലെന്ന് ഞാൻ കുഞ്ചുവിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ച കോഴിയുടെ വേവ് 4 വിസിലാണ്. അതിനുശേഷം നമുക്ക് കുക്കർ എടുത്ത് മാറ്റി വെക്കാം. അടുത്ത ഘട്ടം ബിരിയാണി റൈസ് തയ്യാറാക്കുകയാണ്. 20 മിനിറ്റോളം കഴുകി പുതിർത്തി വെച്ച അരിയാണ് നിങ്ങൾ കണ്ടത്. ചൂടായ പാത്രത്തിലേക്ക് 3 സ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നീട് 2 സ്പൂൺ വെളിച്ചെണ്ണ, പട്ടയില, സ്റ്റാർ അനൈസ്, കറാമ്പൂ 8 എണ്ണം, ഏലക്കായ 8 എണ്ണം, നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇവ മൂക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കുന്നതിനിടയിൽ ലക്ഷ്മിക്കുട്ടിയും വന്നിരിക്കുന്നു. കണ്ടില്ലേ, ലക്ഷ്മിക്കുട്ടി തൻ്റെ പങ്കറിയിക്കാനാണ് വന്നിരിക്കുന്നത്. പങ്കറിയിക്കുക മാത്രമല്ല, ബിരിയാണിക്ക് വേണ്ട ചെമ്പ്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിക്കുട്ടിയാണ്. ആ ക്രെഡിറ്റ് ലക്ഷ്മിക്കുട്ടിക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ഉള്ളിയും ക്യാരറ്റും ഏകദേശം മൂത്ത് വന്നപ്പോൾ 1.5 ലിറ്റർ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് മുഴുവനും ഞാൻ പിഴിഞ്ഞു ചേർക്കുമ്പോൾ പുറത്ത് എൻ്റെ മരുമകൻ അടുപ്പിന് തീകൂട്ടി അവൻ്റെ കഴിവ് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുപ്പിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച കുക്കർ ഇരിപ്പുണ്ട്. അതിൻ്റെ അവസാന ശ്വാസവും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം എനിക്ക് ചിക്കൻ പുറത്തേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, തുറന്നപ്പോഴുള്ള കാഴ്ച. നല്ല രീതിയിൽ വെന്തിരിക്കുന്നു.
കൂടെ ആവശ്യത്തിന് വെള്ളവുമുണ്ട്. ഓൾറെഡി ചൂടായ വലിയ പാത്രത്തിലേക്ക് ചിക്കനും മസാലയും എടുത്തിട്ടതിന് ശേഷം നന്നായി പതപ്പിക്കുന്നു. നേരത്തെ അരിഞ്ഞു വെച്ച ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനയും ഞാൻ ചേർക്കുന്നുണ്ട്. പുതിനയിലയും ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നതോടൊപ്പം വറ്റി വരുന്ന ഈ മസാലയിലേക്ക് 3/4 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കഴിയുമ്പോഴേക്കും ബിരിയാണിക്ക് ദമ്മിടാനുള്ള മൈദ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്കുട്ടി. അപ്പോഴേക്കും നമുക്ക് അരിയിടാൻ സമയമായി. തിളച്ചു വന്ന വെള്ളത്തിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ഞാൻ ശ്രദ്ധാപൂർവം ചേർക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചധികമായാലും കുഴപ്പമില്ല, ചേർക്കാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ അരിയും വെള്ളവും ഏകദേശം ഈക്വലായി കാണും. പിന്നെ നമുക്ക് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ഒരു 80% അരി വെന്ത് കഴിഞ്ഞിരിക്കും. ആ അരിയുമായി പുറത്തേക്ക് വരുന്ന കുഞ്ചുവനെയാണ് നിങ്ങൾ കണ്ടത്. കുഞ്ചു കൊണ്ടുവന്ന ഈ അരിയിലെ ഓരോ അരിമണിയും ചെന്ന് വീഴുന്നത് ഇറച്ചി വെന്ത ബിരിയാണി മസാല വെള്ളത്തിലേക്കാണ്. ഇവിടെ വെച്ചാണ്, ഈ സന്ദർഭത്തിലാണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ ബിരിയാണി രൂപം കൊള്ളുന്നത്. നിങ്ങൾ പലർക്കും ഇത് വളരെ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും രുചികരമായ ബിരിയാണി രൂപം കൊള്ളുന്നതിൻ്റെ രഹസ്യം ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്തിയത് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെമ്പിലേക്ക് അവസാനത്തെ അരിമണിയും ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച പുതിനയും മല്ലിച്ചപ്പും ഞാൻ ഇടുന്നുണ്ട്. വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാനും ഞാൻ മറന്നിട്ടില്ല. ആവി പറന്നുകൊണ്ട് ചെമ്പിനകത്ത് വെന്തുകൊണ്ടിരിക്കുന്ന ബിരിയാണി ഞാൻ മൈദ തേച്ച മൂടി കൊണ്ട് അടച്ചു വെച്ച് അടുപ്പിലെ 3/4ഓളം കനലെല്ലാം മൂടിയുടെ മുകളിൽ എടുത്തിടുന്നതോടുകൂടി ദം ബിരിയാണിയുടെ പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 20 മിനിറ്റുകൾ കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും രുചികരമായ ബിരിയാണി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ദം ബിരിയാണി പൊട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആവി പറക്കുന്ന ബിരിയാണി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതാ ബിരിയാണി റൈസ് കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബിരിയാണിയുടെ രുചി എത്രമാത്രം മഹനീയമാണെന്ന്. ബിരിയാണി റൈസ് എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം രുചികരമാണ് ഈ ബിരിയാണി എന്ന്. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ അഹങ്കാരമല്ല, എൻ്റെ ധൈര്യമാണ്. ലോകത്തിലെ ഏറ്റവും രുചികരമായ ബിരിയാണി ഉണ്ടാക്കിയ വ്യക്തിയുടെ കോൺഫിഡൻസ് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഏകദേശം റൈസും ബിരിയാണി മസാലയും ഞാൻ വെവ്വേറെയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി വിളമ്പി തുടങ്ങാം. മസാലയും ചിക്കനും എടുത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിൽ ബിരിയാണി റൈസ് എടുത്തിട്ട് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ബിരിയാണി കഴിച്ചു തുടങ്ങാം. ഈ ബിരിയാണി കഴിക്കാൻ ഏറ്റവും യോഗ്യൻ ഞാൻ തന്നെ. ലോകത്തിലെ ഏറ്റവും രുചികരമായ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണിക്ക് കൂടെ കൂട്ടാൻ ചമ്മന്തി, തൈര്, അച്ചാർ ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് കുഞ്ചും അമ്മയും ടുട്ടുവും കൂടെയാണ്. എന്നെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയട്ടെ, ഇത്രയും സ്വാദിഷ്ടമായ ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൽ നിന്നും ഒരു ഉരുള കുഞ്ചുവിന് കൊടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും രുചികരമായ ഈ ബിരിയാണി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുമ്പോൾ, ഇവിടെ ടുട്ടു എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്നുള്ള പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 4ാമത്തെ ബിരിയാണിയും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു.